നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരുമില്ലാത്ത സമയത്ത് ആ വീട്ടിൽ കയറിയ കള്ളനാണ് അയാളെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പോലീസും നിരീക്ഷണങ്ങൾ ആദ്യം പുറത്തുവിട്ടത് ഈ തരത്തിലാണ്. മോഷണത്തിനെത്തിയ മോഷ്ടാവാണ് അവിടെ ഉണ്ടായിരുന്ന ആ വൃദ്ധനെ കൊലപ്പെടുത്തിയതെന്നുള്ള വാർത്ത. ഒരുപക്ഷെ അന്വേഷണം ശക്തമായില്ലായിരുന്നുവെങ്കിൽ ആ വയോധികന്റെ ജീവൻ നഷ്ടപ്പെട്ടത് മോഷ്ടാവിന്റെ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് ഒതുങ്ങി തീർക്കാവുന്ന ഒരു കേസായിരുന്നു ഇത്. പക്ഷേ കൃത്യമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ആലപ്പുഴയിലെ കരുവാറ്റയിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന വയോധികൻ മരണപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സംഭവം കൊലപാതകം തന്നെ. വെറും ഒരു മോഷ്ടാവിന്റെ കൊലപാതകമല്ല, മറിച്ച് അവിടെ ആളില്ല എന്ന് വ്യക്തമായി കൃത്യമായി ആസൂത്രണം ചെയ്ത് കൊട്ടേഷൻ പിടിച്ച് നടത്തിയിട്ടുള്ള കൊലപാതകമാണ് അവിടെ നടന്നിരിക്കുന്നത്. കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് കേൾക്കുമ്പോഴാണ് അതിനേക്കാൾ അത്ഭുതം. വെറും 13 വയസ്സുള്ളൊരു കുട്ടി, അതും ആ വയോധികന്റെ കൂടപ്പിറപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. തന്റെ മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടി 13കാരി സിനിമയെ വെല്ലുന്ന തരത്തിൽ കൊട്ടേഷൻ നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തതാകട്ടെ കേവലം ഐഫോൺ പോലുള്ള ആർഭാട കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയും ആഡംബരം കാണിക്കാൻ വേണ്ടി സ്വന്തം ചോരയെ പോലും ഇല്ലാതാക്കുന്ന സമൂഹത്തെക്കുറിച്ച് നമ്മൾ പല വാർത്തകളിലും കേട്ടിട്ടുണ്ടെങ്കിലും കേവലം ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് എങ്ങനെയാണ് ഇത്തരത്തിൽ ചിന്തിക്കാനും ഇതിനുള്ള ബുദ്ധിയും ലഭിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഇത് ഒരു സാധാരണ മോഷ്ടാവ് അവിടെ ആളുള്ളത് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നടത്തിയ കൊലപാതകമല്ല, മറിച്ച് ആസൂത്രണമുള്ളതുപോലെ തോന്നുന്നുണ്ട് എന്ന്. ഇപ്പോഴാ സംശയം ശക്തമായി തെളിയിക്കപ്പെടുകയാണ്. ആലപ്പുഴയിലെ കരുവാറ്റയിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന വയോധികന്റെ മരണത്തിൽ കൊലപാതകം എന്നത് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. കേസിൽ 13 വയസ്സുള്ള കൊച്ചുമകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. 13 വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത 4 പേരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. വീട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് ഐഫോണും ബൈക്കും വാങ്ങുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്ന വിവരങ്ങൾ. കൊലപാതകം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ വീഡിയോ കോളിലൂടെ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തതായും പോലീസ് വ്യക്തമാക്കുന്നു. ഞായറാഴ്ച രാത്രിയായിരുന്നു നാടിന് നടുക്കിയിട്ടുള്ള ആ കൊലപാതകം. ശിവൻകുട്ടിയും ഭാര്യയും മകളും ചെറുമകളുമാണ് സാധാരണ ആ വീട്ടിൽ ഉണ്ടാകാറുള്ളത്. ശിവൻകുട്ടിയുടെ മകൾ ശ്രീകലയെ പ്രസവത്തിനായിട്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സമയത്താണ് കൊലപാതകം. ഇവർക്ക് കൂട്ടിരിക്കാനായി ശിവൻകുട്ടിയുടെ ഭാര്യയും ആശുപത്രിയിൽ തന്നെയായിരുന്നു. ശിവൻകുട്ടിയും കൊച്ചുമകളും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. കൊലപാതകം നടക്കുമ്പോൾ പെൺകുട്ടി വീട്ടിലുണ്ടായിരുന്നുമില്ല. ശനിയാഴ്ച ഉച്ചവരെ കൊച്ചുമകൾ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നു. കിടക്ക വിരിയും മറ്റും ഉപയോഗിച്ച് കയ്യും കാലും പിന്നിലേക്ക് വലിച്ചുകെട്ടിയ നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശ്വാസം മുട്ടിയാണ് ആ വൃദ്ധൻ മരണപ്പെട്ടത് എന്നത് കണ്ട മാത്രയിൽ പോലീസ് പറഞ്ഞതാണ്. തെളിവ് നശിപ്പിക്കാനായി ആക്രമികൾ സംഭവ സ്ഥലത്ത് മുളക് പൊടി വിതറി എന്നുള്ളതാണ് മറ്റൊരു വിവരം. വീട്ടിൽ നിന്ന് 6 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായും ബന്ധുക്കൾ പറയുന്നു. രാത്രി സ്ഥലത്തെത്തിയ പ്രതികൾ ശൗചാലയത്തിന്റെ വെന്റിലേഷൻ വഴിയാണ് വീടിനുള്ളിലേക്ക് കയറിയത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രൊഫഷണൽ കൊലപാതകിയല്ല ഇതിന് പിന്നിലെന്നത് പോലീസ് ഉറപ്പിച്ചിരുന്നു. വീടിനുള്ളിൽ ഒരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം നിലനിൽക്കെയായിരുന്നു വെറും 8ാം ക്ലാസ്സുകാരിയിലേക്കുള്ള സംശയം പോലീസിലെത്തുന്നത്. പക്ഷേ പോലീസിന് പോലും അവരെ സംശയിക്കുന്നതിൽ അടിസ്ഥാനമുണ്ടോ എന്നുള്ള ഒരു ചിന്ത ആദ്യം വന്നിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അവളെ സംശയിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിൽ എത്തിച്ചു. അങ്ങനെ അവരുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് പോലീസിനെ പോലും ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ പോലീസ് കണ്ടത്. പ്രതികൾ കുടുങ്ങുന്നു. കൊലപാതകം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ വീഡിയോ കോളിലൂടെ കൊച്ചുമകൾക്ക് തത്സമയം കാണിച്ചു കൊടുത്തതായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഞായറാഴ്ച രാവിലെ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് ബന്ധുവീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടിയാണ് വീട് തുറക്കാൻ കഴിയുന്നില്ലെന്ന വിവരവുമായി അയൽവാസികളെ സമീപിച്ചത്. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നതായി കാണുകയും ഡൈനിങ് ഹാളിൽ ശിവൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. തുടക്കത്തിൽ കൊച്ചുമകളെ ആരും സംശയിച്ചില്ല എങ്കിൽ പോലും മുത്തച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്ത കുട്ടിയെ കണ്ടപ്പോൾ നാട്ടുകാർക്കും സംശയം തുടങ്ങി.
തുടർന്ന് പരീക്ഷ എഴുതാൻ പോകണമെന്നാവശ്യപ്പെട്ട പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ പോലീസിനും സംശയം തോന്നിയതോടെയാണ് കേസിനൊരു വഴിത്തിരിവായത്. ഇതേ തുടർന്ന് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ നാടിനെ നടുക്കുന്ന കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. ഈ കുട്ടികൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടുന്നത്. അതിനുവേണ്ടി സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരായതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് നിലവിൽ കേസ് കൈകാര്യം ചെയ്യുന്നത്. വാടക വീടിനടുത്ത് പുതിയ വീട് പണിയുന്ന തൊഴിലാളികൾക്കും മറ്റും ശനിയാഴ്ച വൈകുന്നേരം വരെ ശിവൻകുട്ടി ചായ നൽകി സന്തോഷത്തോടെ നിന്നിരുന്ന വിവരവും ഇപ്പോൾ ലഭിക്കുമ്പോൾ ആരാണ് ഇയാളുടെ യഥാർത്ഥ കൊലയാളി എന്നത് അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന കുട്ടികളെ കരുവാക്കി മറ്റാരെങ്കിലും നടത്തിയിട്ടുള്ള നാടകമാണോ ഇത് എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ആഡംബരങ്ങൾ കാണിക്കാൻ വേണ്ടി, ആർഭാടം കാണിക്കാൻ വേണ്ടി ഐഫോണും മറ്റ് മോഹന വസ്തുക്കൾ അത് കൈക്കലാക്കാൻ വേണ്ടി പണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അറസ്റ്റിലായപ്പെട്ട കുട്ടികളായിട്ടുള്ള പ്രതികളുടെ ഉദ്ദേശം എന്നുള്ളതാണ് സൂചനകൾ. ആ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ, കൈവശപ്പെടുത്താൻ വേണ്ടി നിലവിൽ പണം ആവശ്യമായിരുന്നു. വീട്ടുകാരോട് ചോദിച്ചാൽ അത്രയും വലിയ തുക ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള അവസരം മുതലെടുത്തുകൊണ്ട് അവരെ കൊലപ്പെടുത്താൻ ആ കൂട്ടർ തീരുമാനിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു ഐഫോണിന് വേണ്ടി സ്വന്തം മുത്തച്ഛനെ, അതും അത്രമാത്രം സ്നേഹമുള്ള ആ ഒരു മുത്തച്ഛനെ കൊലപ്പെടുത്തി മോഷ്ടാക്കളാണ് കൊലപാതകത്തെ പിന്നിലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെയുള്ള വസ്തുക്കളെല്ലാം തന്നെ മോഷ്ടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇനി അറിയേണ്ടുന്നത് ഈ മോഷ്ടിച്ചെടുത്ത സ്വർണങ്ങളും മറ്റ് വസ്തുക്കളും ഒക്കെ തന്നെ എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അഥവാ ഈ പറയുന്നത് പോലെ ഈ വലിയ വസ്തുക്കൾ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ ഇത്തരത്തിൽ പണം കണ്ടെത്തിയതെങ്കിൽ ഈ വസ്തുക്കൾ എവിടെയാണ് വിൽക്കുക? ആരാണ് അതിന് ഇവർക്ക് സഹായം നൽകുന്നത്? ഇനി ഇത്തരത്തിൽ സ്വർണം വിറ്റ് സാധാരണ ഒരു മോഷ്ടാവിന്റെ കൊലപാതകം എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു കുട്ടികളുടെ ഉദ്ദേശമെങ്കിൽ ആരായിരുന്നു ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിറകിൽ കളിച്ചത്? ആരാണ് ഇവർക്ക് ഈ ഉപദേശം നൽകിയത്? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും വലിയ സംശയങ്ങൾ. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മോഷണ ശ്രമത്തിനിടെയുണ്ടായ കൊലപാതകം എന്ന് മാത്രം കരുതേണ്ടിരുന്ന കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ 4 കുട്ടികൾ എന്നതിനുപരി ആ കൊലയാളികൾക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട കരം എന്ത് എന്ന് പുറത്തു വരേണ്ടതുണ്ട്. ആരാണ് ആ കുട്ടികൾക്ക് പിന്നിൽ നിന്ന് കളിച്ചത് എന്ന് പുറത്തറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. വിചാരിച്ചതിനപ്പുറത്തേക്കാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായതെന്നും പോലീസ് നിലവിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ആക്ഷൻ അത് ഉണ്ടാകുമെന്നാണ് പോലീസും ഉറപ്പു നൽകുന്നത്. നിലവിൽ സൈബർ സെല്ലിന്റെയൊക്കെ അന്വേഷണ പരിധിയിൽ കേസ് പുരോഗമിക്കുകയാണ്. പ്രധാനമായിട്ടും ഡിജിറ്റൽ തെളിവുകളാണ് ഈ കേസിൽ നിർണായകമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം.